സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ആമേ സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 70 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം വിൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയിച്ചിരിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ദാവീദ് രാജാവ് ഇവിടെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നും, ദൈവം വേഗം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് തോന്നത്തക്കവണ്ണം എത്രമാത്രം കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേരിടുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തളർന്നു പോകത്തില്ല. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പോകുമല്ലോ. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ, ശത്രു നിമിത്തം തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ, ഇവിടെ തൻ്റെ അഭിഷക്തൻ തന്നെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് തീർന്നിരിക്കുക. പിന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് എന്തിരിക്കുന്നു? ദൈവമക്കളെ, ഇവിടെ ദാവീദ് രാജാവ് ഏറ്റവും അധികം സങ്കടത്തിലിരിക്കുന്ന സമയം, ശത്രുക്കളുടെ നിന്ദയും പരിഹാസങ്ങളും ഏറി വരുന്ന സമയം. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുക, ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു അനുഭവം ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ ഈ അനുഭവം ഇല്ലേ? വേഗത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഈ ശത്രുക്കളുടെ മുമ്പാകെ വേഗത്തിൽ എനിക്ക് എൻ്റെ കർത്താവ് ഒരു സഹായം അയച്ചിരുന്നെങ്കിൽ, ഈ കടബാധ്യതയ്ക്ക് മുമ്പിൽ, ഈ രോഗത്തിൻ്റെ മുമ്പിൽ, ഇതുപോലുള്ള മാനസികമായിട്ട് ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ഏറ്റവും അധികം കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മനസ്സിൽ തോന്നുന്നില്ലേ, എൻ്റെ കർത്താവേ എന്നെ സഹായിപ്പം വേഗം വരണമേ. ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. കടബാധ്യതയായിരിക്കാം, കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം, മക്കളെ ചൊല്ലിയായിരിക്കാം, മരുമക്കളെ ചൊല്ലിയായിരിക്കാം, കൊച്ചുമക്കളെ ചൊല്ലിയായിരിക്കാം, മാതാപിതാക്കളെ ചൊല്ലിയായിരിക്കാം, ജോലിയായിരിക്കാം, ഏത് വിധത്തിലുമുള്ള പ്രശ്നമായിരിക്കട്ടെ, മുൻപോട്ട് ഇനി പോകാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന. ദൈവമക്കളെ, ഇതേപോലെ ഈ വാക്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലോർത്ത് സങ്കടപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്, പലതിനെ ചൊല്ലി സങ്കടപ്പെട്ടിട്ടായിരിക്കും. നാളെ എങ്ങനെ കടന്നു പോകും? നാളെ ഒരു ദിവസം എന്തായിരിക്കും സംഭവിക്കുന്നത്? നാളത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ നേരിടേണ്ടതായ കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ഒന്നും ശക്തിയില്ലാതെ പോവുക. ഓർത്താൽ ശക്തിയില്ല, ശക്തി ചോർന്നു പോകുന്നൊരു സമയം. ഈ സമയത്ത് ദൈവമക്കളെ, മുഴങ്കാലം മടക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. കർത്താവ് വന്നാൽ ഒരത്ഭുതം പ്രവർത്തിക്കാതെ പോകത്തില്ല. കർത്താവ് വന്നാൽ നമ്മുടെ കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കാതെ പോകത്തില്ല. കർത്താവ് വന്നാൽ അതേ തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്മയ്ക്കായ ഒരടയാളം ദൈവം തരാതെ പോകത്തില്ല. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്നാ. പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കൂടെ ദൈവമക്കളെ എങ്ങനെ മുമ്പോട്ട് പോകും? എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ, ഞാനൊന്ന് വീഴുന്നത് നോക്കിയിരിക്കുക, സന്തോഷിക്കുക. ഞാൻ എവിടെയാണൊന്ന് വീഴുന്നത്? ഞാൻ എവിടെയാണ് ഒന്ന് തളർന്ന് ഉടയുന്നത്? അത് കാത്തിരിക്കുന്ന ശത്രുക്കൾ എൻ്റെ അനർത്ഥത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
എൻ്റെ അനർത്ഥത്തിൽ അവർ സന്തോഷിക്കുകയാണ്. മുൻപുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഏറെ സുഖകരമായ ഒരു ജീവിതമായിരിക്കും, സന്തോഷമുള്ളൊരു ജീവിതമായിരിക്കും. ഞെരുക്കം അറിഞ്ഞിട്ടില്ല, സങ്കടങ്ങൾ അറിഞ്ഞിട്ടില്ല, വേദന അറിഞ്ഞിട്ടില്ല, സുഖ സമൃദ്ധിയിൽ കഴിഞ്ഞു പോയൊരനുഭവം. അപ്പം എല്ലാവരും കൂടെ കാണുമായിരിക്കും. എന്നാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ തളർന്നു പോകുന്നൊരവസ്ഥ വന്നപ്പോൾ നിന്ദ വന്നു, പരിഹാസം വന്നു, ഞെരുക്കം വന്നു, കഷ്ടത വന്നു, മുൻപോട്ട് പോകുകയില്ല എന്ന് തോന്നുന്നൊരവസ്ഥ. ഈ സമയത്ത് ശത്രുക്കൾ സന്തോഷിക്കുക, എൻ്റെ അനർത്ഥം കണ്ടവർ സന്തോഷിക്കുക, എൻ്റെ അനർത്ഥത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അവമാനമേൽക്കട്ടെ, നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞ് പോകട്ടെ എന്ന്. എൻ്റെ വീഴ്ച കണ്ടിട്ട് നന്നായി, അങ്ങനെ വരണം, അങ്ങനെ തന്നെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നവരും ഉണ്ടാവില്ല ദൈവമക്കളെ. വീണ് കിടക്കുന്നിടത്തൊന്നും എഴുന്നേൽപ്പിക്കാൻ ഈ കർത്താവിനില്ലാതെ വേറെ ആർക്കാ സാധിക്കുന്നത്? വീണ് കിടക്കുന്നൊരു അവസ്ഥയിലാണോ പ്രിയപ്പെട്ട ദൈവമക്കളെ? എന്നെ കരം പിടിച്ചുയർത്തുന്നൊരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് തളർന്ന് കിടക്കുന്ന ഈ സമയത്ത് ആത്മാവിൽ ഉണരണം. ആമേ സ്തോത്രം. തളർന്ന് വീണു പോകരുത്. ഏലിയ പ്രവാചകൻ തളർന്നു കിടന്നുറങ്ങിയ ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇനി ജീവിച്ചിരിക്കാൻ പോലും ആഗ്രഹമില്ല, ജീവിക്കാൻ ആഗ്രഹമില്ല, ഇപ്പോൾ മതി, എൻ്റെ പ്രാണനെ എടുക്കണേ എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ ഏതെല്ലാം വിധത്തിലുള്ള അനർത്ഥങ്ങൾ കണ്ടിട്ടാണ് ഓടിപ്പോകുന്നത്. തളർന്നു കിടന്നുറങ്ങുമ്പോഴും തട്ടി ഉണർത്തുന്ന ദൈവത്തിൻ്റെ കൃപ കൂടെയാണ്. ദൈവമക്കളെ ഉണരണം. ഉണർന്നാൽ നമ്മുടെയും കാതുകൾ കേൾക്കും, നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്. ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എന്താണോ അത് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അതേ ദൈവമക്കളെ, നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ആ സന്തോഷം ഒരിക്കലും പോകത്തില്ല. ലോകം തരുന്ന സന്തോഷം പെട്ടെന്ന് മങ്ങിപ്പോകും ദൈവമക്കളെ. ദൈവം തരുന്ന സന്തോഷം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗീയ പിതാവേ, അവിടുത്തെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം എന്നെ സഹായിക്കാൻ, യഹോവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലായിരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മുഖപക്ഷമില്ലാത്ത കർത്താവേ, സകല ജാതികൾക്കും ദൈവമായ കർത്താവേ, എന്തിനെ ചൊല്ലിയാണോ നിന്റെ മക്കളെന്ന് ഭാരത്തോടിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ കർത്താവേ നീ വേഗത്തിലൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവം മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എൻ്റെ കർത്താവ് ഈ സമയത്ത് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.